عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാന ആദരവ് നിറഞ്ഞ നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിൽ നമുക്ക് പ്രഭാഷണം നടത്തിയ റാഫിയ ഹസനി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും നേതാക്കൾ, പ്രവർത്തകർ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് ഇന്നലൊക്കെ നടന്ന നമ്മുടെ എല്ലാ മജ്‌ലിസുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമുള്ള പരിപാടികളായി അല്ലാഹു ഇതൊക്കെ ഖബൂലാക്കട്ടെ. മരണം വരെ അവിടുത്തെ സന്തോഷിപ്പിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ മൗണ്ട് നൂറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നേരത്തെ ഫാറൂഖ് സൂചിപ്പിച്ചതുപോലെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് തുടക്കം കുറിച്ച നമ്മുടെ ഈ പ്രവർത്തനം 10 വർഷം പൂർത്തിയായി. അതിൻ്റെ ദശവാർഷികത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ മുന്നേറ്റം. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, നേതൃത്വം കൊടുക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. നമ്മളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കലാണ് മൗണ്ട് നൂർ പോലത്തെ സ്ഥാപനങ്ങളും സുന്നത്തി ജമാഅത്തിന്റെ സംഘടനകളും അതിലൊരു മെമ്പറാവുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കൽ. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊക്കെ മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനും നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മാത്രം പോരാ, നമ്മൾ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കലോടുകൂടെ തന്നെ മറ്റുള്ളവരെയും ഈ വിശുദ്ധമായ വഴിയിലേക്ക് നമ്മൾ ക്ഷണിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഒരു തിന്മ കണ്ടാൽ നമ്മൾ ആദ്യം തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവരാകണം. അതോടുകൂടെ മറ്റുള്ളവർ തിന്മ ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് നോക്കി നിൽക്കാൻ പാടില്ല, മിണ്ടാതിരിക്കാൻ പാടില്ല. മോനെ അരുത് എന്ന് പറയൽ നമ്മുടെ നിർബന്ധ ബാധ്യത. ഒരാളൊരു മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പോവുകയാണെങ്കിൽ ആ ചെറുപ്പക്കാരനെ ഉപദേശിക്കൽ നമ്മുടെ ബാധ്യതയാണ്. തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുക എന്ന അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ എന്നൊരു വലിയ ഉത്തരവാദിത്വം ഓരോ മുസ്ലിമിനുമുണ്ട്. നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. നന്മയ്ക്ക് വേണ്ടിയാണ് മൗണ്ട് നൂർ പ്രവർത്തിക്കുന്നത്. മുസ്ലിം ജമാഅത്തും SYSഉം SSF ഒക്കെ പ്രവർത്തിക്കുന്നത് ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവരാനാണ്. ഉദൂ ഇലാ സബീലി റബ്ബി കുന്തും ഖൈറ ഉമ്മത്തിൻ. ഈ ഉമ്മത്തിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? നിങ്ങൾ ഉത്തമ സമുദായമാണ്. പക്ഷേ നിങ്ങൾ ഉത്തമ സമുദായമാകണമെങ്കിൽ നിങ്ങൾക്കൊരു ക്വാളിഫിക്കേഷൻ വേണം. എന്താണ് നിങ്ങളെ വിശേഷണം? തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും
തിന്മയിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യാൻ വലിയൊരു ഉത്തരവാദിത്വമുണ്ട് നമുക്കൊക്കെ. അത് നിർവഹിക്കുകയാണ് ഇത്തരം സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിലൂടെയും സംഘടനയിലൂടെയും. വേറൊരു ലക്ഷ്യം നമുക്കില്ല. അങ്ങനെ നിർവഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ബഹുമതിയുണ്ട്. അള്ളാഹു അവരെ പരിചയപ്പെടുത്തുന്നത് അവരാണ് യഥാർത്ഥ വിജയികൾ. നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, നല്ല കാര്യങ്ങളെ കൊണ്ട് ഉപദേശിക്കുക, അവരാണ് യഥാർത്ഥ വിജയികളിൽ. ആ വിജയികളിൽ നമ്മൾ പെടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താണ്? ഇത് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു, സഹാബത്തിനെ പരിശോധിക്കൂ. നമ്മൾ സഹാബികളിൽ പുരുഷന്മാരെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാമിലേക്ക് വന്നതാരാണ്? നമുക്കൊക്കെ അറിയാം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി വനിതകളിൽ, സ്ത്രീകളിൽ ആരാദ്യം ഇസ്ലാം സ്വീകരിച്ചത്? മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഈ രണ്ടുപേരെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇഷ്ടം ആരെയാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പത്നിമാരെ കൂട്ടത്തിലോ? ഖദീജ റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്രയധികം മഹബ്ബത്ത് ഇവരോട് വരാനുള്ള കാരണം? എന്റെ ഉമ്മമാരെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീന, വഫാത്തിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഭാര്യമാരെയും കല്യാണം കഴിച്ചിട്ടില്ല. അവിടുത്തെ വഫാത്തിന് ശേഷമാണ് മറ്റുള്ള കല്യാണങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്ക് ചിലപ്പോ ദേഷ്യം പിടിക്കും. എന്തിനാണ്? എന്റെ മുമ്പിൽ വെച്ച് മുമ്പ് വഫാത്തായി പോയ ഖദീജ റളിയല്ലാഹു അൻഹ മദ്ഹ് ഇങ്ങനെ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇടക്കിടക്ക് ആടിനെ അറുത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക് ഹദിയയായിട്ട് കൊടുത്തയക്കും. എന്താ ഇത്രയധികം മുഹബ്ബത്ത് ഒരു ഭാര്യയോട്? എന്താ കാരണം എന്നറിയോ? ഉമ്മമാരെ, നമ്മളൊക്കെ പഠിക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് ഇറങ്ങിയ സമയത്ത് എന്തെന്നില്ലാത്ത പ്രതിസന്ധികളാണ്, പ്രയാസങ്ങളാണ് ശത്രുക്കളിൽ നിന്ന് നേരിടേണ്ടി വന്നത്. പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം ഏറ്റവും വലിയ താങ്ങും തണലുമായ ഭാര്യ ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഇഖ്റയിന്റെ വചനങ്ങൾ ഇറങ്ങി മഹദി ഖദീജ റളിയല്ലാഹു അൻഹ അടുക്കലേക്ക് വരുന്ന സമയത്ത് സമാധാനിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ പറഞ്ഞത്, വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ. മുത്തുനബിയേ, അങ്ങയെ അല്ലാഹു കൈയൊഴിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹിം, കുടുംബബന്ധം പുലർത്തുന്നവരാണ് അവർ. വതക്സിബുൽ മഅദൂം, പാവങ്ങളെ സഹായിക്കുന്നവരാണ്. വിരുന്നുകാരെ സൽക്കരിക്കുന്നവരാണ്. മുസീബത്തുകൾ, പ്രയാസങ്ങളിൽ അവർക്ക് സ്വാന്തനമേകുന്നവരാണ്. ഈ ആശ്വാസത്തിന്റെ വചനങ്ങൾ നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കുകയും ദീനീ പ്രവർത്തനങ്ങൾക്ക് രംഗത്തിറങ്ങിയ സമയത്ത് സാമ്പത്തിക പ്രയാസം നേരിട്ടപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തതെന്താണെന്നറിയോ? അവിടുത്തെ വലിയ കച്ചവടക്കാരിയാണ്, വലിയ ബിസിനസ് നടത്തിയ ആളാ ഖദീജ റളിയല്ലാഹു അൻഹ. ആ സമ്പത്ത് മുഴുവനും കൊടുത്തു. ആർക്ക്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി. അതുകൊണ്ടാണ് മഹദി വഫാത്തായ സമയത്ത് ആ കൊല്ലത്തിന്റെ പേരെന്താണെന്നറിയോ? ആമുൽ ഹുസ്ൻ, ദുഃഖവർഷമെന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ദുഃഖിച്ച വർഷം ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞതാണ്. ആമുൽ ഹുസ്ൻ. കാരണം എന്റെ താങ്ങും തണൽ, എന്റെ ഈ ദീനീ പ്രവർത്തനത്തിന് എല്ലാ ഒത്താശയും ചെയ്ത, ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും എന്റെ കൂടെ നിന്ന പ്രിയ പത്നിയാണ് ഇവിടെ പറഞ്ഞത്. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇത് ആമുൽ ഹുസ്നാണ്, ദുഃഖവർഷം. എന്റെ ഉമ്മമാരെ, നമ്മുടെ ഭർത്താക്കന്മാർ
മുസ്ലിം ജമാഅത്തിലും SYS-ലും SSF-ലും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ താങ്ങും തണലുമാകണം. ഖദീജ റളിയല്ലാഹു അൻഹ പിന്തുടർന്നുകൊണ്ട് നമ്മളും ഒരു ഖദീജയായി മാറണം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ സമ്പത്ത് മുഴുവനും കൊടുത്തില്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്? അതെടുത്ത് പറഞ്ഞല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ നഫഅനി മാലു അഹദിൻ മാ നഫഅനി മാലു അബീ ബക്കർ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ സമ്പത്ത് എനിക്ക് ദീനിന്റെ വിഷയത്തിൽ ഉപകാരപ്പെട്ടതുപോലെ ലോകത്തൊരു കുട്ടിയുടെ സമ്പത്തും എനിക്ക് കിട്ടിയിട്ടില്ല. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുരുഷന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ താങ്ങും തണലാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മളും ഒരു സിദ്ദീഖ് ആവണം. അതിനു വേണ്ടിയാണ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. കുറേ സമയമായി നമ്മൾ ഇരിക്കുന്നു. ഇന്നലെയൊക്കെ പരിപാടികൾ നീണ്ട സമയം നടന്നതാണ്. നല്ല സാമ്പത്തിക ചെലവുണ്ട്, നമുക്കറിയാം. നിങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഈ ദീനി പ്രവർത്തനത്തിന് വേണ്ടി, ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഇതിന്റെ പ്രവർത്തകരോട് നമ്മളൊക്കെ സഹകരിക്കുക. നമുക്കും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് മഹദിമാരെ ഖദീജ റളിയല്ലാഹുവിന്റെ ആ വഴിയിൽ നമുക്ക് നീങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ അടുക്കലേക്ക് ബക്കറ്റുമായി നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട്. നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മളൊക്കെ സഹായിക്കണം, സഹകരിക്കണം. മഹാനായ ഗൗസുൽ ആലം ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ അനുസ്മരിക്കുന്ന അവിടുത്തെ ആണ്ടിന്റെ ദിനം കൂടിയാണ് നാളെ. റബീഉൽ ആഖിർ 10, മറ്റന്നാൾ 11. മഹാനവറുകൾ വഫാത്തായത് പ്രബലമായ 2 അഭിപ്രായങ്ങളാണ്. 10-നാണെന്നും 11-നാണെന്നും അഭിപ്രായമുണ്ട്. 11-ആണ് മശഹൂറായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ 11-ന് മജ്ലിസ് നടക്കുന്നത്. ഏതായാലും അവിടുത്തെ ആണ്ടിന്റെ സമയമാണ്. അവിടുത്തെ അനുസ്മരണമൊക്കെ നേരത്തെ നടന്ന ഒറ്റ കാര്യം സൂചിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. മഹാനായ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ലോകമറിയപ്പെട്ട നാമമാണ്, നമുക്കറിയാം, മുഹീദ്ദീൻ എന്നുള്ള പേര്. എന്തുകൊണ്ടാണ് മഹാനവറുകൾക്ക് ആ പേര് പ്രശസ്തമായിട്ടുള്ളത്? റാത്തിബ്, മുഹീദ്ദീൻ റാത്തിബ്, മുഹീദ്ദീൻ മൗലിദ്, മുഹീദ്ദീൻ മാല, അതൊക്കെ അറിയപ്പെടുന്നത് മുഹീദ്ദീൻ എന്ന പേരിലാണ്. അവിടുത്തെ ഉപ്പ നൽകിയ നാമം അബ്ദുൽ ഖാദിർ എന്നാണ്. പിന്നെ എവിടെ നിന്ന് കിട്ടിയതാണ് ഈ പേര്? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മഹാനവറുകൾ തന്നെ വിശദീകരിക്കുകയാണ്. ബറക്കത്തിന് വേണ്ടി ആ സംഭവം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കിടക്കുകയാണ്. മഹാനവറുകൾ പറയുന്നു, ബഗ്ദാദ് നമുക്കറിയാം, അവിടെ നന്ദി ഉറങ്ങുന്ന നാടാണ് ബഗ്ദാദ്. സ്വന്തം നാട് ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനവറുകൾ ജനിച്ചത്. 10-17 വർഷക്കാലം നാട്ടിൽ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് 18-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ ബഗ്ദാദിലേക്ക് പോയതാ. പിന്നെ നീണ്ട വഫാത്ത് വരെയുള്ള വർഷം മഹാനവറുകൾ ബഗ്ദാദിലാണ്. അവിടുത്തെ പഠനവും ദീനി പ്രവർത്തനവും എല്ലാം. മഹാനവറുകൾ ബഗ്ദാദിലേക്ക് വന്ന സമയത്ത് ബഗ്ദാദിന്റെ മണ്ണ് ദീനിയായിട്ട് വളരെ വേക്കിലാണ്. മഹാനവറുകൾ അവിടെ ചെന്നു ഒരുപാട് ആളുകളെ പരിശുദ്ധമായ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നു. നല്ല വഴിയിലേക്ക് മഹാനവറുകൾ ക്ഷണിച്ചു. അങ്ങനെ ദീനിയായി വളരെ ബേക്കിൽ നിൽക്കുന്ന ബഗ്ദാദിന്റെ മണ്ണിനെ ദീൻ കൊണ്ട് മഹാനവറുകൾ ഹയാത്താക്കി. ദീൻ കൊണ്ട് ഹയാത്താക്കി. മഹാനവറുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡരികിൽ ഒരാൾ വീണ് കിടക്കുന്നു. ഒരു മനുഷ്യൻ. അദ്ദേഹം മെലിഞ്ഞൊട്ടിയ ശരീരം, സ്കെൽറ്റായി, ക്ഷീണിതനായി, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ അബ്ദുൽ ഖാദിർ പേര് വിളിക്കും. ഞാൻ തിരിഞ്ഞു നോക്കി. എന്നോട് സലാം പറഞ്ഞു. ഞാൻ സലാം മടക്കി. ഉദുനു മിന്നി, ഒന്നിങ്ങോട്ട് വരും. ഞാൻ അടുത്ത് പോയി നോക്കി. ഒന്നെന്നെ എഴുന്നേൽപ്പിക്കും. ഞാൻ അദ്ദേഹത്തെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. ഇനി നടക്കുന്നത് അത്ഭുതം. ആ ഇരുന്ന മനുഷ്യൻ, സ്കെൽറ്റായി ക്ഷീണിച്ചിട്ടുള്ള രോഗിയായ മനുഷ്യൻ പിന്നെ നല്ല ഉഷാറായി വരുന്നു. തടി വെച്ച് വരും. അദ്ദേഹത്തിന്റെ ക്ഷീണമൊക്കെ മാറി.
നല്ല ഉഷാറായി, ആക്റ്റീവായി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, അനദ്ദീൻ, ഞാൻ ദീനാണ്, ഞാൻ അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹു എന്നെ അയച്ചതാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത തരാനാണ് അയച്ചത്. എന്താണ് സന്തോഷ വാർത്ത എന്നറിയോ? ഈ ബഗ്ദാദിലേക്ക് നിങ്ങൾ വരുന്നതിന്റെ മുമ്പ് ദീൻ മരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രധാനപ്പെട്ട ആളുകളൊന്നുമില്ല. നിങ്ങളിവിടെ വന്ന ശേഷമാണ് ബഗ്ദാദ് ഹയാത്തായത്, ദീൻ കൊണ്ട് ഹയാത്തായത്. അതുകൊണ്ട് ഇവിടെ ദീനിനെ ഹയാത്താക്കി നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണ് അന്ത മുഹിയുദ്ദീൻ. ഇന്നു മുതൽ നിങ്ങളെ ലോക പ്രശസ്ത നാമം മുഹിയുദ്ദീനാണ്. മൂലം ഉടയവൻ ഏകല്ലരുളാലെ മുഹിയുദ്ദീൻ എന്ന പേര് ദീൻ താൻ വിളിച്ചോവർ. നമ്മൾ മാലയിൽ പാടും. ദീനിനെ ഹയാത്താക്കിയത് കൊണ്ടാണ് മുഹിയുദ്ദീൻ എന്ന പേര് കിട്ടിയത്. അത് അള്ളാഹു കൊടുത്ത പേരാണ്. ആ ദീനിനെ ഹയാത്താക്കുന്ന പ്രവർത്തനങ്ങളാണ് മൗണ്ട് നൂറിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സംഘടനയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ആകണം മുഹിയുദ്ദീൻ, ദീനിന്റെ മുഹിയാകണം. ദീനിന് വേണ്ടി നമ്മളും പ്രവർത്തിക്കുക, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എങ്ങനെയൊക്കെ കഴിയുമോ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിനു വേണ്ടി സഹകരിച്ച ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ.